കഞ്ഞി, ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, മാങ്ങ, പിന്നെ പപ്പടം, ചുട്ട പപ്പടം. ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. റോട്ടില് കാലത്ത് എണീറ്റപ്പോ എന്റെ കഴുത്ത് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. യുവാക്കളുടെ ഹരമായിരുന്നു. മനസ്സിലായി, അവന് മനസ്സിലായിരുന്നു. അങ്ങനെ പരീക്ഷാഫലം വന്നപ്പോ എന്താ ചെയ്ത, അവരെല്ലാവരും ജയിച്ചു, ഞാൻ തോറ്റു. കിട്ടി പോയി. മൊത്തത്തില് എല്ലാവർക്കും വയ്യേ. ഇന്ന് ഞായറാഴ്ചയാണ്. സരിതയ്ക്ക് പനി, ചുമ, നീരുവീഴ്ച, പിന്നെന്തിട്ടാണ് അങ്ങനെ കുറേ വയ്യായികളാണ്. അപ്പോൾ ഞാൻ കാലത്ത് പൊടിയരി കഞ്ഞി വെച്ച് തരാമെന്ന് പറഞ്ഞു. പൊടിയരി കഞ്ഞിയും ചമ്മന്തി, മറ്റേ ഉണക്കമുളക് കൊണ്ട് ചുട്ടിട്ടുള്ള ചമ്മന്തിയും ചുട്ട പപ്പടമൊക്കെ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. പൊടിയരി വേണ്ടെന്ന് പറഞ്ഞവള്. നമ്മുടെ സാധാരണ നല്ല കുത്തരിയുണ്ട് കേട്ടോ, ആ സാധനം കൊണ്ട് കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് കാലത്ത് പറമ്പിൽ കുറേ നേരം പണിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നു പോകുന്നത്. അരിയിൽ വെള്ളം തിളച്ച കാരണം അരി ഇടാൻ വന്നിരിക്കുക. ഞാൻ ഇങ്ങോട്ട് പോകണില്ലേ, സരിതപ്പം ഇങ്ങോട്ട് വരും. വെള്ളം കണ്ട് തിളയ്ക്കുന്നുണ്ട, ഇടാം. മൺകലത്തിലാണ് നമ്മൾ വെച്ചിടുന്നത്. മൺകലത്തിൽ എന്നിട്ട് കുഴപ്പം വെച്ചിട്ടേ ഈ വെള്ളം തിളയ്ക്കാനായിട്ട് കുറേ സമയം പിടിക്കും. മൺകലത്തിന് ഇത്രയ്ക്ക് കട്ടി ഉണ്ടാവില്ലോ. അപ്പോൾ ആ കട്ടി ഇനി കടന്ന് തീ കത്തിച്ച് കടന്ന് പിന്നെ വെള്ളം ചൂടായി കുറേ സമയം പിടിക്കും. സ്റ്റീൽ കലാകുമ്പോൾ ഇത് അടിപൊളി സ്റ്റീൽ കല, കഥകളി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ കല, നമ്മുടെ തൈക്കടിച്ചേരിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് പെട്ടെന്ന് വെള്ളം തിളയ്ക്കും. അപ്പോൾ ഫുള്ള് ഇവിടെയാണ് കഞ്ഞിവെപ്പ്. സരിത കാപ്പിയും കൊണ്ട് വരുന്നുണ്ട്, ജഗ്ഗു കാപ്പി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ചാർലി അവരെ സ്വീകരിക്കാനായിട്ട് ആനയിച്ച് നല്ല മാന്തൽ. വയ്യായി ആണെങ്കിലും കാപ്പി കൊണ്ടുവരുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും വയ്യായേ, എല്ലാ സ്ഥലത്തും. പ്രേമൻ്റെ തൊണ്ട പോയി, ശബ്ദം അടഞ്ഞു. എൻ്റെ തൊണ്ട ഒരു ദിവസം ശബ്ദം അടഞ്ഞു. അങ്ങനെ എനിക്ക് അടിപൊളി കാപ്പി ഉണ്ടാക്കിക്കോണം കേട്ടോ. സരിതയ്ക്ക് കട്ടൻ എന്തൊരു സാധനം ഉണ്ടാക്കിക്കോണതിൽ ചുക്ക് കാപ്പി, ജഗ്ഗുവിന് കാപ്പി. കാലത്ത് കാപ്പി കുടിച്ചിട്ട് 2 ദിവസമായി. എന്നിട്ട് കാപ്പി കുടിച്ചിട്ടാ? ഇന്നലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതോ. എത്ര വയ്യെങ്കിലും കാപ്പി ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ചേട്ടന്. കാപ്പി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അത് ഈ സാധനങ്ങളും പണികളൊക്കെ ചെയ്യാൻ എനിക്കൊരു കാപ്പി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട്. അത് ഇവിടെ ഉണ്ടാക്കിയാൽ നന്നാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു പാത്രം അടപ്പത്ത് വെച്ച് കുറച്ച് പാലൊഴിച്ച് അത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പി പൊടി ഗ്ലാസ്സിലിട്ടിട്ട് മറ്റേ പഞ്ചസാര ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കുക എന്നുള്ളൊരു പണി മാത്രമല്ല. പണിയില്ലത്, വെറുതെ ഒരു പൂ പൊട്ടിക്കുന്ന ലാഘവത്തോടെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലോ. ജഗുവിന് നാളെ മോഡൽ എക്സാമാണ്, ആരംഭിക്കും. എന്താ ചിരിക്കുന്നത്? പിന്നെന്തിട്ട് ചെയ്യാ, കരയണ അല്ലേ? ജഗ്ഗു ഹാപ്പിയാണ്. കിട്ടി പോയി. അതന്നെ, അത്ര ഉള്ളൂ. ജഗ്ഗുവിന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. A+ വാങ്ങിക്കണം അങ്ങനെയൊന്നുമില്ല, അങ്ങോട്ട് കടന്നു കിട്ടിയാൽ മതി. നമ്മുടെ ചെറുപ്പകാലത്ത് ഉള്ള പോലെ തന്നെ നമുക്ക് 10 രൂപ പഠിക്കുമ്പോഴും ഈ വക ടെൻഷനുകളൊന്നും ഇല്ല, ഇതേപോലെ തന്നെ. പക്ഷെ അന്ന് ആൾക്കാർ 10ലാന്ന് പറയുമ്പോൾ പറഞ്ഞ് പേടിപ്പിക്കില്ലേ? 10ലാണോ 10ാം ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചിട്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. 10ലെത്തുമ്പോഴത്തേക്കും തുടങ്ങും ആൾക്കാർ. 10ലല്ല എനിക്ക് ഉണ്ടായിരുന്നത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. എൻ്റെ ഒപ്പം കുറേ പിള്ളേർ നമ്മുടെ ഗടികളൊക്കെ കളിച്ച് നടക്കാം ഉണ്ടാവും. ക്രിക്കറ്റ് കളി കാണാനും കളിക്കാനും ഒക്കെ, പന്ത് കളിക്കാനും ഒക്കെ നടക്കും. അപ്പോൾ അവരൊക്കെ നമ്മൾ ക്ലാസ്സിൽ കയറുന്നില്ലല്ലോ, ക്ലാസ്സിൽ കയറൽ വളരെ അപൂർവമുള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മളെ പോലെ തന്നെ പഠിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ധാരണ. നമ്മൾ കളിച്ച് ഇവരപ്പോൾ അവർ പഠിക്കുന്നില്ല, അപ്പോൾ ഞാനും പഠിക്കുന്നില്ല. അങ്ങനെ പരീക്ഷാഫലം വന്നപ്പോൾ എന്താ ചെയ്താൽ അവരെല്ലാവരും ജയിച്ചു, ഞാൻ തോറ്റു. അതായത് അവരൊക്കെ വീട്ടിൽ നിന്നിട്ട് വേറെ ട്യൂഷനും പോയി തുടങ്ങുന്നു, വീട്ടിലിരുന്ന് ഫുൾ ടൈം പഠിപ്പും കാര്യങ്ങളായിരുന്നു. ഞാൻ എൻ്റെ ധാരണ ഇവരിന്ന് കളിച്ചു. അതേപോലെ ആയിരിക്കും ജഗുവിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ. ജഗു പറയാം അവർ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞേ
ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞു. അവർ പഠിക്കണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ജഗു ആശ്വസിച്ചിരിക്കും. സാരല്ലേട്ടാ, അല്ല തോറ്റാല് സാരല്ലേന്ന് പറയാ. ഞാൻ ഇനി ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാ. അച്ഛനമ്മയും പേടിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേ തേങ്ങ A+ കിട്ടിയില്ല. നമ്മളുടെ ഭാഗത്ത് അങ്ങനത്തെ യാതൊരു ഇതുകളും ഇല്ല. അവന് അടിച്ചിരുത്തിയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. പഠിക്കാൻ പറ്റണ കുട്ടിയാണ്. പഠിക്കണത് അങ്ങനെ മറന്നൊന്നും പോവില്ല. ചില കുട്ടികൾ അങ്ങനെയല്ല, എത്ര പഠിച്ചാലും കുറച്ച് മറന്നു പോകും. ഇവന് അങ്ങനത്തെ പ്രശ്നമില്ല. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവായൂല, പക്ഷെ പഠിക്കില്ലേ. പിന്നെ എന്തുട്ടാന്ന് വെച്ചാൽ ആളുകൾ പറയുമ്പോൾ എന്നിട്ട് പറയേ, അമ്മ വലിയ ടീച്ചറാണ്, പഠിപ്പിക്കാനും എല്ലാവരും പഠിപ്പിച്ച് ഭയങ്കര അറിവും കാര്യങ്ങളൊക്കെ കൊടുക്കണതാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോകവിവരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ട്യൂഷൻ എടുത്ത് കുറേ പിള്ളേരെ പഠിപ്പിച്ചു വിട്ടിട്ടുള്ളതാണ്, മോശം കുട്ടികളെ. അപ്പൊ പറയും മോനാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെയും പറയാം, അമ്മ ബിസിനസ് ആയിട്ട് നടക്കല്ലേ, ക്ലാവിന് ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ. അത് പിന്നലെയല്ലേ ബിസിനസ് തുടങ്ങിയത്, വേണ്ടി ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ല. അല്ല എന്നാലും അതും ഇതുമായിട്ട് കാക്കയാണോ ആയിരിക്കണേ? അല്ല, എരന്റെ പോലത്തെ സാധനം. കുയില് 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 കറുത്ത കുയില്. മറ്റേ ഇതിൽ പറയില്ലേ മെർലിൻ മൺട്രോയാ, ഭയങ്കര ഭംഗിയുള്ള നടി മെർലിൻ മൺട്രോയും പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ. അങ്ങോട്ട് മഹാമാര തമാശകളിലാണ് കേട്ടോ. പണ്ട് വായിച്ചിട്ടുള്ള പുസ്തകം, പണ്ട് ഇപ്പോഴൊന്നല്ല, 80 അങ്ങോട്ട് ആരാണ്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് വന്ന പുസ്തകം. അതിൽ കുറേ തമാശകളുണ്ട് കേട്ടോ, മഹാമാര തമാശകൾ. അതിലത്തെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബെർണാഡ് ഷായിന് അതിസുന്ദരിയായിട്ടുള്ളൊരു പെണ്ണുമായിട്ട് പറഞ്ഞു നമുക്ക് കല്യാണം കഴിക്കാം. അതല്ലേ, നമുക്ക് കല്യാണം കഴിക്കാം, നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും കൂടി കിട്ടുമ്പോൾ ആ കുട്ടി എല്ലാം തികഞ്ഞ ആയിരിക്കും. സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം കൊണ്ടും. അപ്പൊ അയാള് പറഞ്ഞു എൻ്റെ സൗന്ദര്യവും നിന്റെ ബുദ്ധിയാണ് കിട്ടിയെങ്കിലോ അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ തമാശയുണ്ട് മഹാമാര. അതില് ഒരു വിഖ്യാതിയായ ഒരു ഇംഗ്ലീഷ് സിനിമ നടിയുണ്ട്, ഭയങ്കര ഭംഗിയുള്ള സിനിമ നടിയായിരുന്നു. അതിനെ ഈ നല്ല പ്രായത്തിൽ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഹൃദയം ഇടിക്കുന്നില്ലേ, പുരുഷന്മാരുടെ ഹൃദയം ഇടിക്കുന്നില്ലേ, യുവാക്കളുടെ ഹരമായിരുന്നു. മലയാളിയല്ല, ഇംഗ്ലീഷുകാരി, ഹോളിവുഡ് നടിയാണ്. അപ്പോൾ അത് വയസ്സായി, 75 വയസ്സായിപ്പോൾ അത് താമസിക്കുന്നത് ലിഫ്റ്റില്ലാത്ത ഭയങ്കര ഒരു 3-4 നില മുകളിലുള്ള ഒരു ഇതിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റില്ല അത്ര, ലിഫ്റ്റ് അതിനുണ്ട്, പക്ഷെ ഈ സന്ദർശകർ വരാണെങ്കിൽ കോണിപ്പടി കയറി 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 ഇങ്ങനെയായിട്ട് വരണം. അപ്പോൾ പത്രക്കാരൊക്കെ അതിന് മോളിൽ എത്തുമ്പോഴേക്കും പത്രക്കാരും ഈ കയറി വരുന്നവരൊക്കെ കിതയ്ക്കും. അപ്പോൾ അതിനോട് ചോദിച്ചു, മാഡം എന്തിനാണ് ഈ ഇത്രയും മുകളിൽ ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്നത്? പറയണേ, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് യുവാക്കളുടെ ഇവരൊക്കെ ഹൃദയം പിടിച്ചു കൊടുന്നു. അത് വയസ്സാം കാലത്തും അങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അവർ കയറി വന്നു കഴിയുമ്പോൾ അവരെ ഇരിക്കണമെന്ന്. ജഗ്ഗുവിന് മനസ്സിലായി. എൻ്റെ ദൈവം, ഇപ്പോഴത്തെ യുവാക്കളുടെ ചിന്താഗതി ഉണ്ട്, സരിതരം ബുദ്ധി കിട്ടിയിട്ടുണ്ട്. പനി സരിതര കുറവുണ്ട്, ചുമയ്ക്ക് കുറവുണ്ട്, നീര് വീഴ്ച കുറവുണ്ട്. അപ്പൊ ഞാൻ കഞ്ഞി വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. കഞ്ഞി ചുമ പകലൊന്നും അങ്ങനെ ചുമ ഉണ്ടായിരുന്നില്ല, രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ചുമ തുടങ്ങി. ചുമച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ട് 4:45. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ടായിരുന്നു. 4:45 ഞാൻ ആലോചിച്ചത്, പണ്ടൊക്കെ എനിക്കിങ്ങനെ നിർത്താണ്ട് കുത്തി ചുമ വരുമ്പോൾ കുരുമുളക് അരിയും കൂടിയിട്ട് അമ്മ കൊണ്ടുവന്നു. അപ്പം അതിങ്ങനെ പതുക്കെ കടിച്ച് ആ കുരുമുളകിൻ്റെ എരിവ് തിരിച്ച് വെള്ളം ഇറക്കി ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും. അത് അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം ഒരു ചെപ്പിൽ അതാക്കി കൊണ്ടുവച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് കടിച്ച് ഇറക്കി ഇങ്ങനെ കിടന്നു, അങ്ങനെ ഉറങ്ങി. അതെ, ഇവൾക്ക് ശ്വാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ആ സാധനം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം മാറും. പക്ഷെ ഇവൾക്കത് ഏൽക്കണില്ല, ഏൽക്കണില്ല. എനിക്ക് ചുമ ഭയങ്കരമായിട്ട് വന്നു, അത് കുടിച്ചു, അപ്പനെ മാറി. അപ്പം നമ്മുടെ പണ്ടത്തെ കോരിവലിയാണ് പണ്ടുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാവും.
ഇത് പൂപ്പലൊന്നും വന്നില്ല. ഞാൻ കുറേ നാളെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു തവണ 2 വട്ടം ചമ്മന്തി അരച്ചിട്ടുണ്ട്. അതെ ആ അമ്മി മരച്ചാൽ മതി ചേട്ടാ. ഇതിലരയ്ക്കുമ്പോൾ ഉള്ള ആ അരക്കിയതില്ലേ കയ്യിലുണ്ട്, മറ്റേ ഈ ചട്ട കയ്യിലുണ്ട്. പിന്നെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാനാണ് ഈ ഇത്രയധികം മുളക് വേണം. വെറുതെ മുളക്, ഉള്ളി, പുളിയൊക്കെ വേണമെന്നുണ്ട്, ഉപ്പൊക്കെ വേണമെന്നുണ്ട്, വെളിച്ചെണ്ണയൊക്കെ വേണമെന്നുണ്ട്. പിന്നെ ചുട്ട പപ്പടം കയക്കുമ്പോൾ നമ്മുടെ മാങ്ങ ഓട്ടിക്കോ, മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചെയ്യാം. അത് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. കുറച്ച് മുളക് പൊടി വെളിച്ചെണ്ണ ഒഴിച്ച് അരി തിളച്ചു നിൽക്കേ അടിച്ച് പൊട്ടിക്കാൻ പോവാണോ. ഇതേ വെള്ളം വെക്കാം കണ്ടാ. ഇങ്ങനെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ചൂടാവും. ഒഴിക്കാം. അയ്യോ ഞങ്ങളോട് വർത്താനം പറയണ്ടായിരുന്നു. ചിലവർ പറയും ഇതുമ്മ ഈ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂടാവും പറയും. അതങ്ങനെ ചൂടാവുന്നില്ലേ. നമ്മൾ കുറേ പരീക്ഷിച്ച് നോക്കി. ജഗ് വേണമെങ്കിൽ ഒരു മാങ്ങ പൊട്ടിച്ച് കൊണ്ടൊരു കുറച്ച് എനിക്ക് ഓർമ്മയില്ലാണ്ടേ കാപ്പി വെച്ചപ്പോഴേ ചേട്ടനും ജഗുവിൻ്റെ കാപ്പി ഒരുമിച്ചാക്കി ഞാൻ ആറ്റി. അപ്പോൾ അവൻ്റെ കടുപ്പം കൂടി കുടിക്കാൻ പറ്റില്ലേ. അവന് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണ പോലെയാണ്. അടിപൊളി. പണ്ട് പനി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത പറഞ്ഞില്ല നേരത്തെ, മറ്റേ ഈ പണ്ടുള്ളവർ ചെയ്യുന്നത്, ഞങ്ങളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്നറിയോ, നമ്മുടെ ഒരു മാങ്ങ മതി. ഒരു പള്ളിക്കാർ നടത്തുന്ന ഒരു ആശുപത്രി ഉണ്ട്, അവിടേക്കാണ് കൊണ്ടുപോവുക. ഇവിടെ നിന്ന് നടന്ന് പനിയായാലും ചൊറി ചരങ്ങ് ഛർദി എന്ത് കുന്തുണ്ടെങ്കിലും അവിടേക്കാണ് കൊണ്ടുപോവുക. അവിടേക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഡോക്ടറെ കാണാനായിട്ട്, ഡോക്ടർ എന്ന് വല്ല പറയാം പാത്തിഗിരിനെ കാണാനായിട്ട്. കുഞ്ഞുങ്ങളാങ്ങളായിരിക്കുമ്പോൾ അമ്മേരെ ഒപ്പം പോവും പാത്തിഗിരിനെ കാണാനായിട്ട്. അമ്മ വഴിയോടെ നടന്നിട്ട് പറയും ഇതേ പാത്തിഗിരിനെ കാണാൻ പോകാന്ന് പറയും. ആളുകളോടൊക്കെ പറഞ്ഞ് പറയാം പാത്തിഗിരി ഡോക്ടറിന് കേട്ടാ. ആള് വലിയൊരു ഹാളാണ് അത്, പള്ളിയിലത്. അതിൽ വലിയ ഇങ്ങനെ നീളത്തിലൊരു ഫാനുണ്ട് സരിത. അല്ലല്ല, പള്ളിയിലെ ഒരു ഇതുണ്ട്, ഒല്ലുപള്ളിയിലെ ഇതുണ്ട്. അത് സിസ്റ്റർമാരും ഇവരൊക്കെ അത് പിന്നെ അങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ പണ്ടൊരു എല്ലാവരും ഈ നാട്ടിലുള്ളവർക്ക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഇതുണ്ട്. ഇവിടേക്കും പോവും അവിടേക്കും പോവും, എവിടേക്കായാലും പോവാം. ഇവിടെയും കാശൊന്നും കൊടുക്കണ്ട, ഡോക്ടർക്ക് സൗജന്യമായിട്ടാണ്. അപ്പോൾ വലിയൊരു ഫാനുണ്ട് ഇങ്ങനെ നീളത്തിൽ, ആ മുകളിൽ നിന്ന് കൊളത്തിയിട്ടിട്ട്. അത് അതിൻ്റെ കോല് തന്നെ ഒരു 10-15 അടി നീളമുണ്ട്. അതിൻ്റെ അടിയിലാണ് ഒരു ഫാൻ. ആ ഫാനിൻ്റെ അടിയിലാണ് ഈ ഡോക്ടർ ഇരിക്കുക. അപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാനിൻ്റെ കാറ്റുകൾ കൊള്ളാനും, ഡോക്ടറൊപ്പം ആ കാറ്റ് കൊള്ളാനും, പിന്നെ ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് ഇല്ലേ, അത് നമ്മളിങ്ങോട്ട് പരിശോധിക്കില്ലേ, അത് കിട്ടുന്നതിൻ്റെ സുഖം ഇതൊക്കെ അറിയാനും കിട്ടുന്നേ. ഏറ്റവും ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ചില്ല് കുപ്പിയിൽ, വലിയ കുപ്പിയിൽ 3-4 കളറ് വെള്ളം ഉണ്ടാവും. കൊയന വെള്ളം എന്ന് പറയുക. അവർ തരിപ്പൊക്കെ ചേർത്തുള്ളൊരു വെള്ളമല്ലേ, ആ വെള്ളമാണ് ലോകത്തുള്ള ഏത് അസുഖത്തിനും കൊടുക്കുക. കുപ്പിയിലേക്കിട്ട് കൊടുക്കും. ഇത്രയും പോകുന്ന കുപ്പികളിലാക്കിയിട്ട് അത് വീട്ടിൽ കൊണ്ടിട്ട് വായിൽ കുടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അമ്മ എന്തൊരു ചെയ്യുന്നറിയോ, നമ്മൾ മലർത്തി കിടത്തിയിട്ട് ഈ കയ്യിലില്ലേ, വായിൽ കുത്തി കഴിഞ്ഞിട്ട് കയ്യിൽ കാണാൻ വെച്ചിട്ട് ഈ മരുന്ന് വലിയ ആരെങ്കിലുമൊക്കെ വായിൽ ഒഴിക്കും. കയ്യിൽ കാണാൻ വെച്ചിട്ടാണ് നമുക്ക് മരുന്ന് തരാം. അത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയായാലും എന്തൊരു തനിയായാലും മാറിയിട്ടുണ്ടാവും കേട്ടോ. നിനക്ക് ഓർമ്മയില്ലല്ലോ? എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ. കണ്ണംകുളങ്ങരൊന്നും അങ്ങനത്തെ ഹെൽത്ത് സെൻ്റർ ഒന്നും ഇല്ല. ഞാൻ ഒരു വട്ടം സ്കൂൾ കൂട്ടിയപ്പോൾ 4-ലാ 2-ലാ 3-ലാ അങ്ങനെ എത്ര അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് സുമതി അമ്മായി താമസിക്കുന്ന കണ്ണാറല്ല നെടുപുഴയായിരുന്നു. ഇവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കുഞ്ഞൊരു വീടാണ്, ഒരു മണ്ണ് വീട് പോലത്തെ. അവിടേക്ക് സ്കൂൾ കൂട്ടിയപ്പോൾ ഒരു ദിവസം നിൽക്കാൻ പോയി. എൻ്റെ കൂട്ടുകാരി അവരായിട്ട് ഭയങ്കര ഇതാണല്ലോ, ധന്യാമ്പിളി സംഗീത. അപ്പോൾ അവിടേക്ക് നിൽക്കാൻ പോയപ്പോൾ ഒരു ദിവസം കാലത്ത് എണീറ്റപ്പോൾ എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്നെ വെച്ച് കിടന്നിട്ട് എന്തിട്ടോ പറ്റിയിട്ട് നമുക്ക് എങ്ങനെ തന്നെ ആവില്ലേ, ഇങ്ങനെ തന്നെ ഇരിക്കോളൂ. ഇങ്ങനെ അങ്ങോട്ടും ഒന്നും തിരിക്കാൻ പറ്റില്ല.
അപ്പോൾ അതിനെയും കൊണ്ട് അമ്മായി ഇവിടേക്ക് അവിടെ ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയി. ആ അപ്പോൾ ഒരു ചുവപ്പുള്ള ഒരു കുപ്പിയിലാക്കി തന്നു. അത് കഴിച്ചപ്പോൾ മാറി. ആ ഏത് ഞങ്ങള് ഒല്ലൂര് ESI ആശുപത്രി ഉണ്ട്. ESI ആശുപത്രി ചെറുപ്പത്തിൽ കുഞ്ഞിതായിരിക്കുമ്പോൾ ഒരു 5-6 വയസ്സുള്ള ടൈമിൽ പനിയും ഇതൊക്കെ വന്നിട്ടേ എന്തോ അസുഖം വന്നിട്ട് ഞാനും ഷാജൻ ചേട്ടനെയും കൂടിയിട്ട് അമ്മ കൊണ്ടുപോയി അവിടേക്ക്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് വേഗം വരണം നമുക്ക്. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തളർച്ച ഉണ്ടാവും. ഈ പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഒല്ലൂർ അവിടെ നിന്ന് മരുന്ന് കിട്ടിയില്ലേ, ഒല്ലൂർ സെൻറ്ററിൽ വന്നിട്ട് ബസ് കയറിയിട്ട് ഒല്ലൂർ സെൻറ്ററിൽ വന്നിറങ്ങിയിട്ട് തൊട്ടപ്പുറത്തെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, തറയില്ല ഏത് മെഡിക്കൽ ഷോപ്പ്, അവിടേക്ക് അമ്മ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പം ഞങ്ങളെ ഇപ്പുറത്ത് ഇരുത്തി, റോഡിൻ്റെ ഈ സൈഡിലിരുത്തി. ഞങ്ങൾ രണ്ടുപേരും അമ്മ അവിടേക്ക് പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. റോഡിൻ്റെ സൈഡിൽ ഹൈവേയിലാണ്. ഹൈവേ വണ്ടികൾ NH-47 ഈ സൈഡിൽ ഒരു തുണിക്കടയുണ്ട്, അതിന് മുന്നിൽ ഞങ്ങൾ ഇരുത്തിയതാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് തളർന്നേ ഇഞ്ചക്ഷൻ്റെ. അത് പിന്നെ കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ ഇത് വന്നത്. പിന്നെ ഞങ്ങളപ്പോൾ പിന്നെ ഈ ഓർമ്മ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ബീറടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഫിറ്റാവില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും മനോനില വീണ്ടെടുക്കില്ലേ, അപ്പോൾ അത്ര സമയം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബസ് കയറി വന്ന ഒരു ഓർമ്മയ്ക്കുണ്ട്. അതെന്തെങ്കിലും അവിടെ നമുക്ക് മിളക് ചൂടാം. മിളക് ഉള്ളി ചൂടണമെന്നില്ല ചേട്ടാ. അല്ല ഉള്ളി ചൂടട്ടെ, ഉള്ളിയും ചൂടട്ടെ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ചീഞ്ചട്ടിയിലിട്ടിട്ടല്ല ആക്കുക. അപ്പോൾ ഉള്ളി വെറുതെ നോക്കും. ഉള്ളി അടുപ്പിലിടണ്ടാന്ന് തോന്നുന്നുണ്ട്, കരിഞ്ഞു പോകും ചിലപ്പോൾ. ഇല്ലില്ല, ഞാനെന്തായാലും ഈ കനൽ മാറ്റിയിട്ട് ആദ്യം മിളക് മാത്രം ചുട്ടാൽ മതി ചേട്ടാ. ഉള്ളി ചൂടാം. അയ്യ അത് കത്തും, അത് കയ്യിൽ കത്തും, അത് മരല്ലേ. അതൊക്കെ ഞാൻ ശരിക്കുണ്ട്. ഉള്ളി ചൂടുന്നു കേട്ടോ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഉള്ളി പെട്ടെന്ന് ഇതാവുന്നില്ല. ഉള്ളിൽ വെള്ളമല്ലേ. ഈ കയ്യിൽ വേണ്ട, ഞാൻ പ്ലക്കർ കൊണ്ടുണ്ട്. പണ്ട് അമ്മാമീനെ ചമ്മന്തി അരയ്ക്കുക. കുറച്ച് നേരം കിടക്കട്ടെ. ജഗ്ഗു മാങ്ങയും കൊണ്ട് വന്നാ അത് മതി. നിന്റെ ചായ ചൂടാറിയ, കാപ്പി ചൂടാറിയതാ. സരിക്കുന്ന പണിയൊന്നുമില്ല. കല്ലെടുത്തിട്ട് പിടിച്ചേ. നിനക്ക് ഇത്രയ്ക്ക് ഉണ്ടടാ. അതെ, ഓ കല്ലിടലാണ്. വയ്യ. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ആയാലും നല്ല ഉന്നുണ്ട്. ഇവൻ്റെ അടുത്ത് എന്നോട്ട് ഞാൻ പറഞ്ഞതെന്ന് അറിയാം, സ്കൂള് കൂട്ടും മറ്റേ അഞ്ചേരിയില്ലേ ധന്യരക്കടക്ക കമ്പനിയുടെ തൊട്ടപ്പുറത്ത് കോച്ചിങ് സെന്റർ. അത് അങ്ങനെ എന്തിട്ടില്ലേലൊക്കെ ചെയ്തൂടെ. ഉള്ളി എടുക്കാം നമുക്ക്. ചെയ്താ പഠിക്കുക. പ്രാക്ടീസ് ചെയ്താ അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ചെന്നിട്ട് ചെയ്യല്ല ചെയ്യാൻ. ഉള്ളി ചുട്ടരക്കില്ല കേട്ടോ നമ്മൾ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ അതിന് നേരില്ല. ഇനി മിളക് ചൂടാം. എത്ര ഉള്ളി ഇട്ടുണ്ടായിരുന്നു? 4 നമ്മുടെ ഉള്ളി തന്നെയാണ്. ഇതേ മിളക് വെറുതെ. അയ്യോ മിളക് അങ്ങോട്ട് പോയി ഇതാത്തരുത്. എന്നെ വിളിക്കണ്ട. അയ്യോ മിളക് പിടിപിടുന്ന ഞാൻ കഴിയുന്നത്. കനൽ ഭയങ്കര ഇല്ല, കുഴപ്പമില്ലല്ലേ. ഓരോ മിളക് വീതം എടുക്കാം. അല്ല, ഓരോ മിളക് വീതം എടുത്തുവിടാം. ആയി മിളകിൻ്റെ മണം വരുന്നു. അവിടെ മിളകും ഉള്ളിയും ചുട്ടു കേട്ടാ. ഇന്ന് അതിൻ്റെ വെണ്ണൂർന്ന് കളയണം. ചൂട്, ഭയങ്കര ചൂട്. നമ്മുടെ ഈ ഉള്ളിയും മിളകില്ലേ നമുക്ക് കഴുകാം. പണ്ട് കാലത്ത് കഴുകൊന്നുമില്ല. ചുട്ടത് അങ്ങനെ തന്നെ വെണ്ണൂറൊക്കെ മനുഷ്യന്മാർ തിന്നും. ആരെ കഴുകുക? ഉള്ളിയുടെ തൊലി കളയും. അല്ല, മിളകും ഞാൻ കഴുകുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ നോക്കിയാൽ മിളക് കഴുകി. പിന്നെ ഉള്ളി വെന്തു സരിതേ കണ്ട. നല്ല ഉള്ളിയില്ലേ നമ്മുടെ. ഉള്ളി ചൂടുണ്ടായിരുന്നു. ചുട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഉള്ളി നോക്കി ഇത്തിരി ഉള്ളോ. ഇത്ര അധികം മുളകിലേക്ക് ഈ ഉള്ളിയായി കഴിഞ്ഞാൽ എരിഞ്ഞിട്ട് തിന്നാൻ പറ്റുമോ? അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ആവശ്യമെടുത്താൽ നിനക്കിപ്പോൾ അല്ല, നമുക്കിപ്പോൾ കണ്ടമാനം ചമ്മന്തി വേണ്ടല്ലോ. 2 മുളക് എടുത്താൽ മതി. 2 മുളക് കൊണ്ട് പോരാ. ഉള്ളി കഴുകണ്ടായിരുന്നു. ഉള്ളി തൊലി കളഞ്ഞിട്ട് കഴിയാൻ മതിയായിരുന്നു. കുഴപ്പമില്ല. വെണ്ണൂറുണ്ടാവില്ല കൈ മീൻ വെച്ചിട്ട്. അങ്ങനെ കഴുകാം. കഴുകി തോറ്റു.
നീ ഈ ചമ്മന്തി നോക്കിയല്ലോ കേട്ടാ, നോക്കിയാൽ മതി തിന്നണ്ടേ. അടിപൊളി സാധനമായിരിക്കും. ഒരു ഉള്ളി കഴിയാം, ഭയങ്കര ടേസ്റ്റായിരിക്കും. അതും കോരിപ്പലെല്ലാം അരയ്ക്കാൻ പോണത്. ഓരോ നേച്ചർ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാനലുകളില്ലേ, ശ്രീലങ്കൻ അവിടെയൊക്കെ ഇതുപോലത്തെ ഓരോ കുടിലൊക്കെ ഉണ്ടാക്കിയിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുണ്ടാവും, കല്ലുമ്മേ കൂടെ ഒക്കെ. അവിടെയാണ് അവരിങ്ങനത്തെ മരത്തിൻ്റെ ഒക്കെ പാത്രത്തിൽ കഴുകൽ, മൺപാത്രങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കുറേ. അവരിങ്ങനെ നടന്ന് തോട്ടത്തിൽ നിന്ന് ഓരോന്ന് പൊട്ടിച്ചുകൊണ്ട് വരലും കാട്ടിയെ പോയിട്ട് ഓരോന്ന് കൊണ്ടുവന്നിട്ടൊക്കെ നല്ല രസം കാണാൻ, കണ്ടിരിക്കാൻ. ഇത് ഭയങ്കര ന്യൂസ് അങ്ങനത്തെ. പക്ഷെ പേടിയാ ഇപ്പോൾ ഇതുമ്മലെങ്ങാനും വന്ന് വീണ് ഓട് പൊട്ടി തലേ വീഴാവൂന്ന്. അവിടെ കണ്ട ഓട്ട കണ്ട ഓട് പൊട്ടിയിട്ട് ആ ഓട് പൊട്ടി വീണാരെ തൊട്ട് പൊട്ടി വരാൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത് ഇവിടെ കോരിപ്പലയിൽ കേട്ടോ. ആദ്യം മിളക്, എത്ര മിളക് എടുക്കണമെന്ന് പറഞ്ഞ സാർ? 3 മിളക് എടുക്കാമല്ലേ? ചിരട്ട കൊണ്ടാണ് പണ്ടേ ചമ്മന്തി അരയ്ക്കുന്ന. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ അധികം ചമ്മന്തി അരയ്ക്കില്ല. എന്നാലും ചമ്മന്തി അരയ്ക്കാത്ത ദിവസങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും ചമ്മന്തി അരയ്ക്കും. പൊന്നൂക്കരയില്ലേ, മാമൻ്റെ വീടുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ ചമ്മന്തി അരയ്ക്കൽ ഇത്തിരി ഗംഭീരം. എല്ലാവർക്കും ഒരു വലിയൊരു കോരിവലയുണ്ട്, വണ്ടൻ കോരിവല. അത് ഭയങ്കര കുഴി പോലെയാണ്. ശരിയല്ലേ? എന്നിട്ട് ചമ്മന്തി അരച്ചിട്ട് അങ്ങനെ അതിങ്ങനെ അരച്ചരച്ച് കുഴിയുണ്ടാവും. ആ കുഴി അതിന് ഈ അമ്മാമ്മ എല്ലാവർക്കുള്ള കഞ്ഞിയില്ലേ, വലിയ കലുണ്ട്, അതിലാണ് കഞ്ഞി വയ്ക്കുക. എന്നിട്ട് എല്ലാവർക്കുള്ള കിണ്ണത്തിൽ കഞ്ഞി കോരി ഒഴിക്കും. കോരി ഒഴിച്ചിട്ട് ഈ ചമ്മന്തി അരച്ചിട്ടുണ്ടാവും. പ്ലാവിൻ്റെ അവിടെ നിന്ന് പ്ലായില പൊടിച്ച് വന്നിട്ട് അത് ഈർക്കിലോട് കുത്തിയിട്ട് എല്ലാത്തിലും ഇട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കഞ്ഞി, ഈ ചമ്മന്തിയും കഞ്ഞിയും കുടിക്കും. കഞ്ഞിയിൽ വറ്റൊന്നുണ്ടാവില്ല, ചെയ്യാം കുറച്ചുണ്ടാവുള്ള. ഉപ്പിടണം കേട്ടോ, തീ കുറച്ച് കല്ലുപ്പിട്ടുണ്ട് കേട്ടോ, ഉപ്പ്. മിളകിൻ്റെ തോല്, ഉള്ളി ഇതാണ്, പുളി ചേർക്കണം. അയ്യോ ഉള്ളി സ്ലിപ്പ വേണ്ടി. അയ്യോ എന്തൊരു ബുദ്ധിമുട്ടല്ല ഈ കോരി വിളിച്ച്. ഞാൻ എല്ലാം കൂടെ പോയിട്ട് അമ്മിയും അരയ്ക്കുന്നതുകൊണ്ട് നമുക്കിതേ അമ്മിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ അരച്ചാലേ ഈ മിളകിൻ്റെ തോലൊക്കെ അരയുള്ളൂ. ഇരട്ടി പണി. കോരിവലയെ എന്നോട് ക്ഷമിക്കൂ, നിന്നിലൂടെ സഫലമാക്കാൻ പറ്റുമായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നത് എനിക്ക് പറ്റിയില്ല. സാഹിത്യം എന്താണ് ഭയങ്കര സാഹിത്യം? അല്ല, കോരിവലോട് പറയുന്നേ എനിക്ക് നിന്ന് ചമ്മന്തി അരയ്ക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഇട്ട് ചെറിയ കഷ്ണം പുളി എല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് അരപ്പരയ്ക്കാം. ആ എന്തൊരു സുഖം സരിത. നോക്കിയ മിളകൊക്കെ അറിയില്ല വേണ്ട. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ അരച്ചാ പോരെ. കണ്ടാ സൂപ്പർ ചമ്മന്തിയാവും. ഈ ചമ്മന്തിനെ വെട്ടാനായിട്ട് വേറെ ചമ്മന്തി ഉണ്ടാവില്ല കേട്ടോ സരിത. എന്തൊരു വെണ്ണ പോലെ അരക്കണ്ട ചമ്മന്തി അല്ലേ? അല്ല, എന്നാലും ആവണം, കുറച്ചൊക്കെ ആവണം. അല്ലാതെ മറ്റേ നമ്മളെ തോല് കിടക്കല്ലേ, മിക്സിങ് ആവില്ലല്ലോ. അത് അടിപൊളിയില്ലേ. കണ്ടോ പുളിയോ? പുളിക്ക് ഇതിൽ അരച്ച് ചേർത്തു കഴിഞ്ഞു ചമ്മന്തി. ലേഹ്യം പോലെയില്ല ചമ്മന്തി സരിത. അറിയേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് കോരിവല വിളിക്കാക്കാം. ഇങ്ങനെ 4 അരക്കിൽ കാണിച്ചിട്ട് പിന്നെ കോരിവലയിൽ അരയണതാണ് കാണിക്കുക അങ്ങനത്തെ ചില ചാനലുകളിൽ. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ആകണ്ട, കോരിവലയിലേക്ക് ആക്കാം. നമ്മുടെ കോരിവലയിലേക്ക് ആക്കാം. അമ്മയും വേണേ ചോറിട്ടുണ്ടാവും. ഇത് ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? ഇനി ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചാലിക്കാം. കയ്യൊന്ന് കഴുകണം.
ഇനി നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒരു പൊട്ട് വെളിച്ചെണ്ണ കേട്ടാ. ചിലർ ചോറ് മറ്റൊക്കെ കൂട്ടിയിട്ട് പടയ്ക്കും. അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടാ. പപ്പടം ചൂടാം. നമ്മുടെ ഈ അരിയിലത്തെ വെള്ളം വറ്റിക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ വെള്ളം അതിലേക്ക് ഒഴിക്കാം. എത്ര അരി ഇട്ടുണ്ട് ചേട്ടൻ? 2,750. അത് 3 നാഴി തികച്ചിടാഞ്ഞ് 3 അരി ആവശ്യം ചേർന്നിട്ടാണ്. സരിതരം മാങ്ങ അരിയിൽ കഴിഞ്ഞിട്ടാ. അപ്പം ഞാനത് ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. തുണ്ടിലുണ്ടാക്കണ പോലെ ചെയ്യാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. അത് കുറച്ച് സമയം പിടിക്കും. ഒന്നുമില്ല, ഒരു തുണ്ട് സബോള ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിടണം. ഇഞ്ചി, പച്ചമുളകും വേപ്പലയും പൊടിപൊടിയായിട്ട് അരിയണം. ഇതായിരിക്കട്ടെ, പഴയ രീതി മതി. അല്ല, ഇത് നീ എന്നിട്ട് മറ്റേത് നമുക്ക് ചേർക്കാം. ഇപ്പം അത് മതി. ഇനി കുറേ സാധനങ്ങൾ ഇതിലേ ഉപ്പിടാം. ഉപ്പ് ഇട്ടാ. ഉപ്പ് സ്വല്പം വേണം കൂടുതൽ. പിന്നെ മുളക് പൊടി നമ്മൾ ഇളക്കണം. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടത്. നമ്മുടെ മുളക് പൊടിക്ക് കളർ കുറവല്ലേ? എരിവുണ്ട് പക്ഷെ. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും. അരി വെന്തല്ലേ? ഇമ്രാൻ സാധനം സെറ്റായിട്ടാ. നമ്മുടെ കഞ്ഞി വെന്തു. കിണ്ണത്തിലേക്ക് കഞ്ഞി ഊറ്റാം. എനിക്ക് ജഗുവിനെ കഞ്ഞിയുടെ ആളാണ് എന്നും. വിശക്കണില്ലേ? ജ്യൂസ് കുടിച്ചായിരുന്ന സരിതര പിന്നിൽ കഞ്ഞിൻ്റെ ഇട്ടാ. ജ്യൂസ് കുടിച്ചായിരുന്നാണോ? ഇത് സരിതയ്ക്ക് ചെറുക്കാനില്ല. എൻ്റെ അവിടെ പോയിട്ടേ 2 ജ്യൂസ് കഴിച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് ഊറ്റാം. അയ്യോ, പപ്പടം ചൂടാ. പണ്ട് പനിയുള്ള വീട്ടിലാണ് പപ്പടം ചൂടാ. അയ്യോ, വേഗം വേഗം മറിയടാ. ഇങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടിൽ ചൂടാനായിട്ട് കണ്ട നമുക്ക് അത് കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ വിദേശത്തുള്ള മലയാളികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നും. അയ്യോ, ഈ പപ്പടം തിരിക്കരിഞ്ഞു. പപ്പടം ഉപ്പുണ്ടോ നോക്കട്ടെ. ഭയങ്കര രസത് അല്ല? എൻ്റെ വായിൽ വെള്ളം വരുന്നു ഇവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട്. കഞ്ഞി, ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, മാങ്ങ, പിന്നെ പപ്പടം. അതെ, ചുട്ട പപ്പടം. കഞ്ഞിവെള്ളം കുറവാണല്ലോ ചേട്ടാ. കഞ്ഞിവെള്ളം എന്തോരം വേണമെങ്കിൽ ഒഴിച്ചു തരാം. കഴിക്കാൻ ഞാൻ ഒഴിക്കണ്ടേ? എൻ്റെ ഇച്ചിരി ഒഴിക്കുമോ? എനിക്ക് ഇത്രയ്ക്ക് ചോറ് വേണ്ട. അത് ഞാൻ കുറയ്ക്കാം. അച്ഛൻ്റെ നമ്മുടെ മനോഹരമായ കാലത്തെ കഞ്ഞി കൂടി ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടല്ലേ, ചുട്ട പപ്പടം. അത് ഇതിങ്ങനെ എൻ്റെ പരിപാടി തന്നെ കേട്ടോ. എനിക്കിഷ്ടമല്ലേ അത്. ഇത് ഇങ്ങനെ കഞ്ഞിയിലേക്കിടും. പിന്നെ നമ്മുടെ ഈ ചമ്മന്തിയില്ലേ, കഞ്ഞിയിൽ തലക്കിടും. അതും കഞ്ഞിയിലിടും. ജഗുന് വേണ്ടേ? പിന്നെ ഈ മാങ്ങ, എന്നിട്ട് ഈ ചമ്മന്തിയൊക്കെ മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ കഞ്ഞിപ്പൊടി. ഇതിട്ടുണ്ടായിരിക്കും ചോദിക്കറിയ നീ.
കഞ്ഞിയിൽ ഇങ്ങനത്തെ എരിവുള്ളത് വല്ലത് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് ചുമ വരും കഞ്ഞി കുടിക്കുമ്പോൾ. അത് ശരിക്കും പോവും. നിനക്ക് പപ്പടം വേണ്ട? കൂട്ടാനും അങ്ങനത്തെ ഒന്നും കഞ്ഞിയിലാവണത് ആയി കഴിഞ്ഞാൽ എനിക്ക് ചുമ വരും. ഒരു പപ്പടം മാത്രം അടി ഇരുത്തി കഴിഞ്ഞു വേണ്ട, അതിന് മലത്തി വയ്ക്കാം, ആളുകൾ കാണട്ടെ. ചൊടിൻ്റെ കഴിക്കുമ്പോൾ ഞായറാഴ്ചയാണ്, ശിവരാത്രിയാണ്. അതന്നെ ഈ മട്ടരിയാനാണ് കേട്ടോ. ഇത് എത്ര ശതമാനം അവിടെ ചെറുതാ? 50% അമ്മ എഴുതിയേക്കണം. 50 അത് കാരണമാണ് ഇത്രയ്ക്ക് രസം. ഇത് വെള്ളരി ചോറാണെങ്കിൽ ഇത്രയ്ക്ക് രസം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ അരി തിളപ്പിച്ചിട്ട് മറ്റേ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് കുറേ നാളായിട്ട് വേവിക്കാറ്. ഈ അരി ആയതിന് ശേഷം ഒരു പ്രാവശ്യം ഇവിടെ വെച്ചപ്പോൾ നല്ല രസം. ഇതിൽ അടുപ്പിൽ കിടന്ന് വെന്ത ഭക്ഷണം കഴിക്കാൻ, ചോറുണ്ണാൻ. ചോറിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വേവും ഇതിലിരുന്ന് തിളച്ച് ഇതാകുമ്പോൾ. അപ്പോൾ പിന്നെ തൊട്ട് ഇവിടെ ഇനി കത്തിക്കാറൊന്നും പപ്പടം അങ്ങനെ പൊട്ടിക്കാൻ രസാട്ടാ. കുഴപ്പമില്ല. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ചകിരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ മതി. അങ്ങനെ തിളച്ച് എന്തോളും. തിളയ്ക്കണ വരെ വിറക് വേണ്ടോ അല്ലേ? അപ്പോൾ നിൻ്റെ ഒരു ആഗ്രഹം സഫലമായില്ലേ? എന്തിട്ടാ കാലത്ത് ഈ കഞ്ഞിയും ചമ്മന്തിയും സാധനം പപ്പടമൊക്കെ ആയിട്ട് ഞങ്ങളത് കുടിച്ച് തീർക്കട്ടെ കേട്ടോ. അടിപൊളി. പനിയൊക്കെ മാറി ഉഷാറോടെ പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ വരാം. വരും. അതെ, എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.